ഏവർക്കും ഉബുണ്ടു ജാലകത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. SSLC മോഡൽ പരീക്ഷയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നമുക്ക് പരിശോധിക്കാം. ഒരു സ്കൂളിലെ കലോത്സവത്തിൽ പങ്കെടുക്കുന്ന കുട്ടികളുടെ വിവരങ്ങൾ ഹോമിലെ എക്സാം 10 ഡോക്യുമെൻറ്റ്സ് ഫോൾഡറിൽ കലോത്സവം_db എന്ന ഫയൽ നൽകിയിട്ടുണ്ട്. ഇതിൽ നിന്ന് മൈം മത്സരത്തിൽ പങ്കെടുക്കുന്ന കുട്ടികളുടെ പേരുകളാണ് SQL ക്വറി ഉപയോഗപ്പെടുത്തി പ്രദർശിപ്പിക്കേണ്ടത്. മത്സരത്തിൽ പങ്കെടുക്കുന്ന ആൺകുട്ടികളുടെ പേര് കണ്ടെത്തുന്നതിനുള്ള ഒരു മാതൃക താഴെ നൽകിയിട്ടുണ്ട്. ഈ മാതൃകയിൽ മാറ്റം വരുത്തിക്കൊണ്ട് മൈമിൽ പങ്കെടുക്കുന്ന കുട്ടികളുടെ പേരുകൾ ലഭിക്കുന്നതിനുള്ള ക്വറി തയ്യാറാക്കി അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സേവ് ചെയ്യുക എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് ഈ ഒരു മാതൃകയിൽ നോക്കിയാൽ കാണാം. സെലക്ട് സ്റ്റുഡൻസ് നെയിം ഫ്രം സ്റ്റുഡൻസ് വെയർ ജെൻഡർ = മെയിം. അപ്പോൾ ഇതിലെ അവസാന ഭാഗത്ത് മാത്രമാണ് നമുക്ക് മാറ്റം വരുത്തേണ്ടത്. സെലക്ട് സ്റ്റുഡൻസ് നെയിം ഫ്രം സ്റ്റുഡൻസ് വെയർ ഇത്രയും ഭാഗം കോമൺ ആയിട്ട് തന്നെ നമുക്ക് ആവശ്യമായിട്ട് വരും. ജെൻഡർ = മെയിം എന്നുള്ളതിന് പകരം ഐറ്റം നെയിം = മൈം എന്നുള്ളത് നൽകിയാൽ അതിൻ്റെ ക്വറി നമുക്ക് ലഭിക്കും. ഇതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് പരിശോധിക്കാം. അതിനായി ആദ്യം തന്നെ നമുക്ക് ഹോമിലേക്ക് പോവാം. ഫയൽസിലെ ഹോമിൽ നിന്നും എക്സാം 10 ഡോക്യുമെൻറ്റ്സ് എടുക്കുന്നു. അതിൽ നിന്നും കലോത്സവം_db എന്നുള്ള ഈ ഒരു ഫയൽ ഓപ്പൺ ചെയ്യുകയാണ്. ഇതാണ് ആ ഒരു ഡേറ്റാബേസ്. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം ഡിസ്ട്രിക്റ്റ് സ്റ്റുഡൻസ് ഇങ്ങനെ 2 ടേബിളുകളുണ്ട്. ബ്രൗസ് ഡേറ്റയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സ്റ്റുഡൻസ് എന്ന ആ ഒരു ടേബിളിൽ students_name, അതുപോലെ item_name, അതുപോലെ കുട്ടികളുടെ ഐറ്റത്തിൻ്റെ പേര് കാണാം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് SQL ഒരു പ്രോഗ്രാം തയ്യാറാക്കാം. അതിനാദ്യത്തെ സെൻറ്റൻസ് നമ്മുടെ ആ മാതൃകയിൽ നൽകിയിരിക്കുന്ന പോലെ തന്നെ നമുക്ക് ടൈപ്പ് ചെയ്യാം. സെലക്ട് സ്റ്റുഡൻസ് നെയിം ഫ്രം. ടൈപ്പ് ചെയ്യുമ്പോൾ വരുന്ന ഈ പോപ്പൗട്ടുകൾ നമുക്ക് എൻ്റർ കീ ഉപയോഗപ്പെടുത്തി അത് ഉപയോഗിക്കാം. ഈ കുട്ടിയുടെ പേര് വരേണ്ട ആ ടേബിളിൻ്റെ പേര് നമുക്കറിയാം സ്റ്റുഡൻസ് എന്നാണ്. ഫ്രം സ്റ്റുഡൻസ് എന്ന ഒരു ടേബിളിൽ നിന്നുമാണ് നമുക്ക് വേണ്ടത്. അതിനുശേഷം വെയർ, അതിനുശേഷമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇപ്പോൾ കുട്ടിയുടെ പേര് സ്റ്റുഡൻസ് എന്ന ടേബിളിൽ നിന്ന് കുട്ടിയുടെ പേര് വരണം. അത് മൈം എന്ന ഐറ്റത്തിനുള്ളത് മാത്രമാണ് വേണ്ടത്. അപ്പോൾ ആ item_name എന്നുള്ളതാണ് നമുക്കിനി വേണ്ടത്. item_name. അപ്പോൾ പോപ്പൗട്ട് വരുന്നതിൽ നമുക്ക് ഈ ഒരു എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ കൃത്യമായിട്ട് അവിടെ വരുന്നുണ്ട്. = ആ മൈം എന്നുള്ളതാണ്. അതിന് ഡബിൾ കോട്ട്സിൽ മൈം എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഈ സ്പെല്ലിങ്ങുകൾ ഈ ടേബിളിൽ എങ്ങനെയാണോ നൽകിയിരിക്കുന്നത് അതേ സ്പെല്ലിങ്ങുകൾ തന്നെ കൃത്യമായിട്ട് കൊടുക്കണം. ഡബിൾ കോട്ട്സ് ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് പ്ലേ ഐക്കണിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമുക്കിവിടെ കാണാം മൈമിൽ പങ്കെടുക്കുന്ന കുട്ടികളുടെ ലിസ്റ്റ് അവിടെ ലഭ്യമാക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുന്നതിന് വേണ്ടി കീബോർഡിലെ PRTSC എന്നൊരു കീ ഉണ്ട്. അത് പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമായ വലിപ്പത്തിലേക്ക് ഇതൊന്ന് തയ്യാറാക്കാം. അങ്ങനെ തയ്യാറാക്കിയതിന് ശേഷം എൻ്റർ കീ പ്രസ് ചെയ്യുന്നതോടുകൂടി അതിൻ്റെ സ്ക്രീൻഷോട്ട് തയ്യാറാവുന്നു. ഈ സ്ക്രീൻഷോട്ട് പിക്ചേഴ്സിലാണ് നമുക്ക് ലഭ്യമാവുക. പിക്ചേഴ്സിലെ സ്ക്രീൻഷോട്ടിൽ അവസാന ഭാഗത്തായിട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. ഇതാണ് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട്. ഇത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കോപ്പി എടുത്തുകൊണ്ട് ഹോമിലേക്ക് വരാം. ഹോമിലെ എക്സാം 10 പ്രോഡക്ട്സിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് പേസ്റ്റ് ചെയ്യാം. അതിനുശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് റീനെയിം ചെയ്യാം. അതിന് രജിസ്റ്റർ നമ്പർ _mime എന്ന് നൽകി റീനെയിം ചെയ്യുന്നതോടുകൂടി ഒരു പ്രവർത്തനം അവസാനിക്കുന്നു. ഇതുവരെ വീഡിയോ ഉണ്ട്. ഏവർക്കും നന്ദി, നമസ്കാരം.